ചിലതരം കേൾവികളും കാഴ്ചകളും എല്ലാവർക്കും ഒന്നും കാണാൻ പറ്റത്തില്ല മോളെ. പുസ്തകത്തിലൊക്കെ എഴുതി വെക്കണ അറിവുകളെ ആൾക്കാർ കൈമാറ്റം ചെയ്യത്തുള്ളൂ. എഴുതി വെക്കാൻ പറ്റാത്ത ചില അറിവുകളുണ്ട്. അതൊക്കെ കയ്യിലുള്ളവര് മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്തതൊക്കെ കാണും, കേൾക്കാൻ പറ്റാത്തതൊക്കെ കേൾക്കും. പുറത്തൊരു കുഞ്ഞിനോട് പോലും ഒന്നും പറയത്തുമില്ല. പറഞ്ഞ തലക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് കേൾക്കണവര് ചിരിക്കും. അവന്മാരെ കുറ്റം പറയാനും പറ്റത്തില്ല. കണ്ട അണ്ടനും അടകോടനും ഒക്കെ കാണാനോ കേൾക്കാനോ പറ്റണ കാര്യങ്ങളല്ലല്ലോ അതൊന്നും. എനിക്ക് 100% സാറ്റിസ്ഫാക്ഷൻ തന്നൊരു പുസ്തകം, ഒരു മസ്റ്റ് റീഡ്. SP ശരത് എഴുതി മനോരമ ബുക്സ് പ്രസിദ്ധീകരിച്ച ഉറക്കപ്പിശാച്. ഉറങ്ങാതെ നിങ്ങൾക്ക് എത്ര നേരം നിൽക്കാനാകും? മണിക്കൂറുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ, അല്ലെങ്കിൽ വർഷങ്ങൾ? എഴുന്നേറ്റ് നടക്കാനാകാതെ നട്ടെല്ല് തളർന്ന് വർഷങ്ങളായി കിടക്കയിൽ കിടക്കുന്ന നാരായണൻ വാപ്പനാണ് ഈ കഥയിലെ മുഖ്യൻ. വാപ്പൻ കിടപ്പിലാണെങ്കിലും ദുരൂഹതയുടെ ഒരു കലവറയാണ് കയ്യിൽ വെച്ചേക്കുന്നത്. കഥകൾക്കുള്ളിലെ കഥകൾ കേൾക്കാൻ നമ്മൾക്ക് ആർക്കും ഇഷ്ടമല്ലാത്തത്? ആ കഥകൾ അവ്യക്തമായതും അദൃശ്യമായതുമായ കുറെ കെട്ടുകഥകളോട് സമാനമായതാണെങ്കിലോ? ഭീതിയും അനർത്ഥങ്ങളും നിറഞ്ഞാടിയ കഥകളാണെങ്കിലോ? ഉറക്കപ്പിശാചിൽ നാരായണൻ വാപ്പൻ മക്കളോടും മരുമക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ അങ്ങനെയൊക്കെയാണ്. മനോരമ ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന്റെ വില 290 രൂപയാണ്. ഉറക്കപ്പിശാച് വായിച്ചവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ റീഡിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യണേ. താങ്ക്